സാധാരണ ഇങ്ങ് തെക്കോട്ടൊക്കെ പ്രസംഗിക്കാൻ വന്നാല് സദസ്സിനെ നോക്കുമ്പോ നമ്മളെ ഊർജം നഷ്ടപ്പെടും. എല്ലാവരും മസിൽ പിടിച്ചിട്ട് ഇവനാരാ വലിയ ആള് എന്ന മട്ടിലാണ് ഇരിക്കുക. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആളുടെ എല്ലാം മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയാണ് നമ്മുടെ ലോകത്തിന്റെ വെളിച്ചമായി മാറുന്നത്. ആ പുഞ്ചിരിയാണ് എന്നെ പ്രസംഗിക്കാൻ മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നത്. ഒരു പ്രസംഗകന് ഏറ്റവും വലിയ മോട്ടിവേഷൻ കിട്ടുന്നത് അയാളുടെ അറിവുകളല്ല, അയാളുടെ തയ്യാറെടുപ്പുകളല്ല, സദസ്സിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുഖഭാവമാണ്, അവരുടെ കണ്ണുകളിലെ പ്രതീക്ഷയാണ്, ആ കണ്ണുകളിലെ ആർദ്രതയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ മനോഹരമായ ഒരു മഴ പോലെ സുന്ദരമായ ഒരു സദസ്സായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നത് വളരെ സന്തോഷമുണ്ട്. ഇവിടെ 46ാമത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ചാണ് നമ്മളെല്ലാം ഇവിടെ വന്നുചേർന്നിരിക്കുന്നത്. ഇവിടെ ഗുരുദേവ ലക്ഷാർച്ചന നടക്കുന്നു. ലക്ഷാർച്ചന, ലക്ഷമെന്ന വാക്ക് സമ്പത്തിന്റെ കണക്കെടുത്താൽ ഇപ്പോൾ വളരെ ചെറുതാണ് അല്ലേ? എന്നെ ഇവൻ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുവൻ മാഷോട് പരാതി പറഞ്ഞു, എന്റെ അച്ഛനെ അപമാനിച്ചു. എന്താണ് അച്ഛനെ അപമാനിച്ചത്? ഇവൻ എന്റെ അച്ഛൻ ലക്ഷപ്രഭുവാണെന്ന് പറഞ്ഞു. ലക്ഷപ്രഭു എന്ന് പറഞ്ഞാൽ ദരിദ്രവാസിയാണ്, കോടീശ്വരനാണെന്ന് മുമ്പ് പറഞ്ഞാലേ എന്തെങ്കിലും ഒരു വിലയുള്ളൂ എന്ന് പറഞ്ഞൊരു തമാശയാണ്. അതുപോലെ ലക്ഷമെന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അർച്ചന എന്ന് പറയുന്നത് ലക്ഷം ഒരു വലിയ സംഖ്യ തന്നെയാണ്. ആ 1,00,000 തവണ നമ്മൾ അർച്ചന നടത്തുമ്പോൾ, മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ, പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, വിളക്കുകൾ തെളിയിക്കുമ്പോൾ, ആരതി സമർപ്പിക്കുമ്പോൾ, ആ ലക്ഷാർച്ചനയിൽ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ വരികളിലൂടെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകാനാണ് ലക്ഷാർച്ചന നടത്തുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ലല്ലോ. കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെ ഗുരുമന്ദിരം തുറന്നോ? ക്ഷേത്രങ്ങൾ തുറന്നോ? എല്ലാ ക്ഷേത്രങ്ങളും അടഞ്ഞു കിടന്നില്ലേ? ഗണപതിയെ പറ്റി സ്തുതിക്കുന്നൊരു ശ്ലോകമുണ്ടല്ലോ, ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേയഹം ഗണനായകം. ഇതിന്റെ അർത്ഥം എന്താ? ഏകദന്തം, ഒറ്റക്കൊമ്പനാണ് ഗണപതി. 2 കൊമ്പുണ്ടായിരുന്നു, പരശുരാമൻ വെട്ടിക്കളഞ്ഞതാണ്. മഹാകായമാണ്, വലിയ ശരീരമാണ്. തപ്തകാഞ്ചന സന്നിഭമാണ്, വിളക്കിയെടുത്ത കനകം പോലെ തിളങ്ങുന്നതാണ്. ലംബോദരം, ലംബം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കെല്ലാം അറിയാം, ലംബമായ വര, കുത്തനെയുള്ളത്. ഉദരം, വയറ്. ലംബോദരൻ, ഉയർന്ന വയറുള്ളവൻ. ദാമോദരൻ, കയറുകൊണ്ട് വയറ് ബന്ധിച്ചവൻ. കയറുകൊണ്ട് ഒരല് കൂട്ടി കെട്ടിയില്ലേ, ദാമോദരൻ. അങ്ങനെയാണ് ശ്രീകൃഷ്ണന് ദാമോദരൻ എന്ന് പേര് വന്നത്. എന്റെ നാട്ടിൽ ദാമോദരനെ ദാമു എന്ന് വിളിക്കും. ദാമു എന്ന് വിളിച്ച കയറേ എന്ന അർത്ഥം കേട്ടോ. ദാമോദരനെ ദാമു എന്ന് വിളിച്ചാൽ കയറേ എന്ന അർത്ഥമുള്ളൂ അല്ലേ? മുരളീകൃഷ്ണനെ മുരളി എന്ന് വിളിക്കും. മുരളി എന്ന് പറഞ്ഞാൽ ഓടക്കുഴല. ഓടക്കുഴൽ ഏന്തിയ കൃഷ്ണനാണ് മുരളീകൃഷ്ണൻ. അവനെ മുരളി എന്ന് വിളിച്ചാൽ ഓടക്കുഴലേ എന്ന അർത്ഥം. മനസ്സിലായില്ലേ അല്ലേ? മധുസൂദനൻ, മധു കൈടഭന്മാരെന്ന് പറയുന്ന അസുരന്മാരെ കൊന്നതുകൊണ്ടാണ് സൂദനം ചെയ്തവൻ, കൊന്നവൻ. അതാണ് കൃഷ്ണന് മധുസൂദൻ എന്ന് പേര് വിളിക്കുന്നത്. മധുസൂദനെ നമ്മുടെ നാട്ടിൽ മധു എന്ന് വിളിക്കും. മധു എന്ന് വിളിച്ചാൽ രാക്ഷസ എന്നാ വിളിക്കുന്നത്. മനസ്സിലായോ? വാക്കിന്റെ അർത്ഥം അറിയാഞ്ഞാലുള്ള കുഴപ്പമാണിത്. അപ്പോ ലംബോദരൻ, ഉയർന്ന വയറുള്ളവൻ. വിശാലാക്ഷൻ, വിശാലമായ കണ്ണുകളുള്ളവൻ. അങ്ങനെയുള്ള ഗണപതിയെ വന്ദേ അഹം, ഞാൻ വന്ദിക്കുന്നു എന്നാ പ്രാർത്ഥിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ 2 കൊല്ലം ഗണപതി ക്ഷേത്രങ്ങളൊന്നും തുറന്നില്ല. കൊട്ടത്തേങ്ങ, കുരുകടലക്കാഞ്ഞെട്ടുള്ള പഴം, പഞ്ചസാര, അട്ടി മൃഷ്ടമായി ശർക്കരയിൽ വിളയിച്ചിട്ട് ഗണപതി ഹോമത്തിൽ ഹവിസായിട്ട് വാരി വാരി അഗ്നികുണ്ഡത്തിൽ അർപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരർപ്പണവും നടന്നില്ല. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞ് കോവിഡെല്ലാം പോയിട്ട് നട തുറന്നപ്പോ ലംബോദരൻ, വലിയ വയറുള്ള ഗണപതിയുടെ വയറ്, നിങ്ങൾ ഗണപതി ഹോമം നടത്താത്തതിന്റെ പേരിൽ വയറുള്ളിലേക്ക് ഒട്ടിയിട്ട് 6 പാക്ക് ഗണപതി ആയിട്ടില്ലല്ലോ. ആയോ? ഇല്ല. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ല. പിന്നെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഈ ലക്ഷാർച്ചന നടത്തുന്നത് ഗുരുവിന്റെ വിഗ്രഹത്തിനോ ഗുരുവിന്റെ ആത്മാവിനോ വേണ്ടിയല്ല.
നമ്മൾ ഗുരുവിനെ ഓർമ്മിക്കുന്നത് എന്തിനാണ്? ഗുരുവിനെ ഓർമ്മിക്കുന്നത് എന്തിനാണ്? ഗുരുവിന് വേണ്ടിയാണോ? അല്ല. നമ്മൾ ഒരാളുടെ ചരമവാർഷികം നടത്തുന്നത്, ഒരാൾ മരണപ്പെട്ടാൽ അനുസ്മരണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്താനല്ല, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ബോധ്യപ്പെടുത്താനുമല്ല. പിന്നെ എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത്, ചെയ്യുന്നത്? ആ ഗുരുവിന്റെ ദർശനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനാണ്. ആ ഗുരു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ എത്രത്തോളം അകന്നിരിക്കുന്നു എന്ന് സ്വയം പരിശോധിക്കാനാണ്. ഗുരുവിൻ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിൽ നിന്ന് എന്താണത്? നീ സത്യം ജ്ഞാനമാനന്ദം, നീ സത്യം ജ്ഞാനമാനന്ദം. അതിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടോ? നമ്മൾ ആരാണെന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് ഭാരതത്തിൽ തത്വശാസ്ത്രങ്ങൾ ഉണ്ടായത്. നമ്മുടെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഗുരുമന്ദിരങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ഒരുപാട് വളർന്നിട്ടുണ്ട് അല്ലേ? എന്റെ ഒരു അനുഭവം പറയാം. എന്റെ ഗ്രാമത്തിലൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. തുടീക്കളം ശിവക്ഷേത്രം എന്നാണ് പറയുക. ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ് അവിടുത്തെ ഈശ്വരൻ എന്നായിരുന്നു എന്റെ കുട്ടിക്കാലത്തെ വിചാരം. കാരണം വഴിപാടൊക്കെ കൊടുക്കുന്ന അയാളെ കയ്യിലാണ്, നേർച്ച കൊടുക്കുന്ന അയാളെ കയ്യിലാണ്, പ്രസാദം തരുന്നത് അയാളാണ്. അതുകൊണ്ടൊന്നും അല്ല അയാളാണ് ഈശ്വരൻ എന്ന് വിശ്വസിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഈശ്വരൻ നമ്പൂതിരി എന്നായതുകൊണ്ട് അദ്ദേഹമാണ് ദൈവം എന്നാ വിചാരിച്ചത്. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ, പലചരക്ക് കച്ചവടക്കാരൻ ഇസ്മയിലാണ്. ഞാൻ ഇയാളാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുമ്പോൾ ചെറിയ LP സ്കൂൾ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ആ കടയിൽ എന്തോ സാധനം വാങ്ങാൻ എന്നെ അമ്മ അയച്ചു. അവിടെ ചെന്നപ്പോ ഈ സാക്ഷാൽ ഈശ്വരൻ, അമ്പലത്തിലെ ഈശ്വരൻ വന്നിട്ട് ഇസ്മായിലിനോട് പറയുന്നത് കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇസ്മായിലെ, അടുത്ത അഷ്ടമി ഉത്സവം, വൈക്കത്ത് അഷ്ടമി ഉത്സവം നടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുക. അഷ്ടമി ഉത്സവം നടക്കുമ്പോൾ നിന്റെ കടം മുഴുവൻ വീട്ടാം. നീ ഇന്ന് കുറച്ചും കൂടി എണ്ണ എനിക്ക് കടം തരണം ഇസ്മായിലെ. ഇന്ന് ഭഗവാന് കത്തിക്കാൻ എണ്ണയില്ല എന്ന് പറഞ്ഞപ്പോ ഇസ്മായിൽ യാതൊരു മുഖഭാവ മാറ്റവും ഇല്ലാതെ എണ്ണ അളന്നിട്ട് ഈശ്വരന് കൊടുക്കുന്നു ഞാൻ കണ്ടു. ഈശ്വരൻ വന്നിട്ട് ഇസ്മായിലിനോട് അപേക്ഷിക്കുക, ഭഗവാന് കത്തിക്കാൻ എണ്ണയില്ലെന്ന്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം അന്ന് അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ BPL ലിസ്റ്റിൽപ്പെട്ട ദൈവം അമ്പലങ്ങൾ. BPL ലിസ്റ്റിൽപ്പെട്ടത് ദാരിദ്ര്യരേഖക്ക് താഴെയുള്ളവർ. ഇന്ന് ഏതെങ്കിലും അമ്പലം ഉണ്ടോ അങ്ങനെ? എല്ലാ അമ്പലങ്ങളും നല്ല ഗർഭഗൃഹം, നല്ല ശ്രീകോവിൽ, നല്ല ചെമ്പടിച്ച മേൽക്കൂര, നല്ല താഴികക്കുടം, നല്ല കൊടിമരം, നല്ല ചുറ്റമ്പലം, നടപ്പന്തൽ, അഗ്രശാല, ഊട്ടുപുര, നമസ്കാര മണ്ഡപം, പടിപ്പുര, എല്ലാം ഗംഭീരമായി. ഉത്സവങ്ങളോ പണ്ടത്തേനേക്കാൾ എത്രയോ വലിയ ഉത്സവം. ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്റെ നാട്ടിൽ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിലെ ബാല്യകാല സ്മരണകൾ, നൊസ്റ്റാൾജിയാണ് ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം. അവിടെ പോവുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കൊല്ലത്തെ തീർത്ഥാടനം പോലെയായിരുന്നു. എത്ര മനുഷ്യരാണ്, എത്ര വലിയ ഉത്സവമാണ് നടക്കുന്നത്. ഇത്രയും വലിയ ഉത്സവങ്ങൾ, എല്ലാ അമ്പലങ്ങളും ഗംഭീരമാകുന്നു, പ്രാർത്ഥനകൾ ഗംഭീരമാകുന്നു, ഭക്തജനങ്ങൾ കൂടുന്നു, എല്ലായിടത്തും ഗംഭീരം. പണ്ട് 2-3 പെട്രോമാക്സ് ഉണ്ടെങ്കിൽ ഒരു ഉത്സവം നടക്കും അല്ലേ? പെട്രോമാക്സ് വൈദ്യുതിയും ജനറേറ്ററും വരുന്നതിന് മുമ്പ് പെട്രോമാക്സ് വെച്ചിട്ട ഉത്സവം. എന്നാൽ ഇപ്പോ ലക്ഷാർച്ചന പോട്ടെ, 1 ലക്ഷത്തിനേറെ ബൾബ് ഓരോ ഉത്സവത്തിനും കത്തിക്കുക. LED ബൾബുകളുടെ എണ്ണം നോക്കിയാട്ടെ. എല്ലാം ഗംഭീരമാണ്. ആ ഗംഭീരമാകുന്നതിനനുസരിച്ച് വളരേണ്ടത് വളരുന്നുണ്ടോ? എന്താണ് ഈ പ്രാർത്ഥനയും ഉത്സവവും വളരുമ്പോൾ വളരേണ്ട ലക്ഷ്യം വെക്കുന്നത്? എന്താ? ദൈവം ശക്തിപ്പെടുവെന്നാണോ? നമ്മൾ വിചാരിച്ചിട്ട് ദൈവത്തെ ശക്തിപ്പെടുത്താൻ പറ്റുമോ? എന്താണ് വളരേണ്ടത്? PSCക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവര് മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മലയാള വ്യാകരണമുണ്ട്. അത് അമേനാമം മേനാമം എന്നതാണ്. സ്കൂളിൽ പഠിച്ചവർക്കറിയാം അമേനാമം മേനാമം. മേനാമം എന്ന് പറയുന്നത് കൈകൊണ്ട് തൊടാനും കണ്ണുകൊണ്ട് കാണാനും അളക്കാനും തൂക്കാനും പറ്റിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരുകളെയാണ് മേനാമം എന്ന് പറയുക. ഒരു മൈക്ക്, ഒരു വാച്ച്, ഒരു പേന, ഒരു ബൾബ്, ഒരു ഫാന്, ഇതൊക്കെ മേനാമങ്ങളാണ്. കാണാം, എണ്ണാം, അളക്കാം. 1 കിലോ അരി മേനാമമാണ്. എന്നാൽ കാണാനും തൂക്കാനും അളക്കാനും പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. 1 കിലോ സത്യം കിട്ടുമോ? 2 മീറ്റർ സ്നേഹം കിട്ടുമോ? 1 ഹെക്ടർ ധർമ്മബോധം കിട്ടുമോ? 5 സെന്റ് ദയ കിട്ടുമോ? കാരുണ്യം കിട്ടുമോ? ഇതൊന്നും കാണാൻ പറ്റുന്നതല്ല, അളക്കാൻ പറ്റുന്നതല്ല, തൂക്കാൻ പറ്റുന്നതല്ല.
മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് അമേയനാമങ്ങളുടെ വികാസമാണ്. അമേയനാമങ്ങളുടെ പരകോടിയാണ് ദൈവം. ഈ പറഞ്ഞതിന്റെയൊക്കെ പൂർണ്ണതയാണ് ദൈവം എന്ന് പറയുന്നത്. സത്യവും സ്നേഹവും ജ്ഞാനവും ആനന്ദവും ചേരുമ്പോ ഈ അമേയനാമങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അന്വേഷിക്കുവാൻ പുറപ്പെടാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് തലച്ചോറുകൾ ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞിട്ട് അത് ഏറ്റവും നല്ല ന്യൂറോണുകൾ ബന്ധനസ്ഥനായിട്ട് ആ ന്യൂറോണുകളിലെ ചിന്തകൾ കരം കൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റിയ ഒരു അസലായിരിക്കുന്ന കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ ശരീരം, അല്ലേ? നമ്മുടെ ശരീരം ഒരു അത്ഭുതമല്ലേ? നമ്മൾ മനുഷ്യനായി ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ? എന്നിട്ട് മനുഷ്യനായി ജനിച്ചിട്ടും വീണ്ടും വീണ്ടും ദൈവത്തോട് വരന്താ വരന്താ എന്ന് ചോദിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഈ വരമെന്ന സങ്കല്പമാണ് പറ്റിച്ചത് നമ്മുടെ രാജ്യത്തെ, കേട്ടോ. നമ്മുടെ രാജ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുൻപ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ. നളന്തയുണ്ട്, തക്ഷശിലയുണ്ടില്ലേ, യൂണിവേഴ്സിറ്റി ഉണ്ട്. ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള മഹാഭാരതമുണ്ട്. അതിൽ 10,000-കണക്കിന് കഥാപാത്രങ്ങളുണ്ട്. ഏറ്റവും മനോഹരമായ പരിണാമഗുപ്തിയുള്ള കാവ്യം രാമായണമുണ്ട്. കഥകളാൽ സമ്പന്നമായിരിക്കുന്ന ഭാഗവതമുണ്ട്, അല്ലേ? എത്രയെത്ര ഇതിഹാസ കൃതങ്ങൾ, അഷ്ടാദശ പുരാണങ്ങൾ, ഉപനിഷത്തുകൾ. സത്യത്തെ അന്വേഷിച്ച് ചർച്ച ചെയ്യുമ്പോ അടുത്തിരിക്കുന്ന ഇതൊരു ഉപനിഷത്താണ്. എന്താണ് ഉപനിഷത്ത്? നിശത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യം, അതാണ് നിസ്സത്ത്. എന്താ സത്യവും നിശേഷ സത്യവും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ കാണുന്ന പല സത്യവും സത്യമല്ല. സൂര്യൻ കിഴക്കുന്നു ഉദിക്കുന്നു, അവിടെ 2 തിരി വെച്ചത് കണ്ടോ? ആ 2 തിരി എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 തിരി സന്ധ്യക്കും പ്രഭാതത്തിലും, പ്രദോഷ സന്ധ്യക്കും പ്രഭാത സന്ധ്യയിലും മാത്രമേ 2 തിരിയിട്ട വിളക്ക് കത്തിക്കാവൂ, കേട്ടോ. എന്താ തിരിയുടെ ഉദ്ദേശം? ഒന്ന് സൂര്യനാണ്, ഒന്ന് ചന്ദ്രനാണ്. സന്ധ്യക്ക് കത്തിക്കുന്ന വിളക്ക് കിഴക്കു ഭാഗത്തെ തിരി ചന്ദ്രനും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ചു പോകുന്ന സൂര്യനുമാണ്. പ്രഭാതത്തിലെ തിരി ഉദിച്ചു വരുന്ന സൂര്യന് കിഴക്കു ഭാഗത്തും അസ്തമിച്ചു പോകുന്ന ചന്ദ്രന് പടിഞ്ഞാറ് ഭാഗത്തുമാണ്. 2 തിരി. 5 തിരിയോ പഞ്ചഭൂതങ്ങൾക്കാണ്. പൃഥ്വത്തേജോ വായുവാകാശങ്ങൾക്ക്, പഞ്ചഭൂതങ്ങൾക്കാണ് 5 തിരിയിട്ട വിളക്ക്. 5 തിരിയിട്ട വിളക്ക് വീട്ടിന്റെ വരാന്തയിൽ കത്തിക്കണം, വീട്ടിന്റെ അകത്ത് കത്തിക്കരുത്. 5 തിരിയിട്ട വിളക്ക് പുറത്ത് കത്തിക്കണം. 7 തിരിയിട്ട വിളക്ക് 7 ലോകത്തിലുള്ള മനുഷ്യരോടാണ്. 7 ലോകത്തുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അപ്പൊ ഈ 2 തിരിയിട്ട വിളക്ക് എന്തുകൊണ്ടാ? സൂര്യൻ കിഴക്കുന്നു ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതല്ലേ നമ്മൾ പഠിച്ച സത്യല്ലേ? സത്യല്ലേ? സത്യമല്ല. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഭൂമി കറങ്ങുന്നത് കൊണ്ട് തോന്നുന്നതല്ലേ സൂര്യൻ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ടെന്ന്? അപ്പൊ സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയുന്നത് ആപേക്ഷിക സത്യമാണ്, നിശേഷ സത്യമല്ല. നിശേഷ സത്യമുണ്ട്. നമ്മൾ ഒരു കണ്ട പല സത്യങ്ങളും അസത്യങ്ങളോ അർദ്ധസത്യങ്ങളുമാണ്. ഞാനിപ്പോൾ ട്രെയിനിൽ വരുമ്പോ ഷൊർണൂര് കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടു, പരശുരാമ. കുറെ നേരം നിർത്തിയിട്ടപ്പോ അവിടെ വണ്ടി പോകാഞ്ഞിട്ട്, അവിടുത്തെ ഇഡ്ഡലി സാമ്പാറും തീരുന്നവരെ അവിടെ വെക്കും. അവിടുന്ന് പോകാഞ്ഞിട്ട് അസ്വസ്ഥപ്പെടുക. നമ്മൾ വാച്ചിൽ നോക്കുക, എന്താ വണ്ടി പോവാത്ത വണ്ടി നീങ്ങി കിട്ടിയാൽ യാത്രക്കാർക്കെല്ലാം ഒരു കാറ്റ് കിട്ടുമല്ലോ, ഒരാശ്വാസം കിട്ടുമല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാ വണ്ടി പുറപ്പെട്ടു. ഓ, ആശ്വാസമായി. വണ്ടി പുറപ്പെട്ടു, സ്പീഡായി വരുന്നു. കാറ്റൊന്നും വരുന്നില്ല, എങ്കിലും വണ്ടി പുറപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുറെ അപ്പുറത്തെത്തിയാരാ മനസ്സിലായത് അപ്പുറത്തെ വണ്ടി പുറകോട്ട് പോയതാ, നമ്മളെ വണ്ടി നിന്നിടത്ത് തന്നെയുള്ളത്. നമ്മളെ വണ്ടി നിന്നിടത്ത് തന്നെയുള്ളത്. അപ്പുറത്തെ വണ്ടി അങ്ങോട്ട് പോകുമ്പോ നമുക്ക് തോന്നി നമ്മളെ വണ്ടി പോവുകയാണെന്ന്. ഇതൊരു തോന്നലാണ്, ഇത് സത്യമല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് അസത്യങ്ങളും ആപേക്ഷിക സത്യങ്ങളും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഉണ്ട്. ഈ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും 1,00,000 കൂട്ടിവെച്ചാലും ഒരു സത്യത്തിന്റെ അടുത്തെത്തൂല, ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തൂല. അതിനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കൂ. ഇപ്പൊ മഴ പെയ്ത് മഴക്കാറ് പോയല്ലോ. ആകാശത്തേക്ക് നോക്കൂ, ആകാശം തെളിഞ്ഞു അല്ലേ? ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ടും നമുക്കിവിടെ എത്ര LED ബൾബ് കത്തുന്ന, എത്രയാ ട്യൂബ് ലൈറ്റ് കത്തുന്നത്? 1,00,000 ബൾബ് ആകാശത്തുണ്ടായിട്ടും നമുക്ക് വെളിച്ചം കിട്ടുന്നില്ലല്ലോ. എന്നാ പകലോ ഈ ബൾബെല്ലാം കത്തുവോ? പകൽ 1,00,000 ഇല്ല, 10,000 ഇല്ല, 1000 ഇല്ല, 100 ഇല്ല, ഒറ്റ ബൾബ്, ഒരൊറ്റ നക്ഷത്രമേ ആകാശത്ത്. ആ നക്ഷത്രം സൂര്യൻ എന്ന് പറഞ്ഞാൽ രാത്രി കത്തുന്ന തിരുവാതിര നക്ഷത്രത്തെക്കാൾ എത്രയോ ചെറുതാണ് സൂര്യൻ, ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. എന്നിട്ടും നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആ സത്യത്തിന്റെ അടുത്താണ്.
സൂര്യന്റെ അടുത്താണ്. രാത്രി കാണുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് നമ്മൾ അകലെയാണ്. സത്യത്തോട് അടുത്തു നിൽക്കുമ്പോൾ നമുക്ക് വെളിച്ചം കൂടും. അതാണ് പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. കേട്ടിട്ടുണ്ടോ? അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ എന്ന പാട്ടിൽ എന്താ നമുക്ക് മാർഗം? എന്താണ് നമുക്ക് വഴിയുള്ളത്? നിത്യസ്നേഹം തെളിക്കുന്ന വീതി, സത്യാന്വേഷണ വീതി. യുഗങ്ങൾ അല്ലേ, യുഗങ്ങൾ രക്തം ചിന്തിയ വീതി. ആ സത്യാന്വേഷണത്തിലെ മാർഗത്തിലൂടെ പോകുമ്പോഴാണ് നമ്മൾ പൂർണ്ണതയിലെത്തുക. ആ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ ലക്ഷ്യം. അതുകൊണ്ട് സത്യം, ആ സത്ത് എന്ന ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. സദ്. ദൈവങ്ങളുടെ പേരെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള മന്ത്രമാണ് സദോമാ സദ്ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര. എന്താ അസത്ത്? അസത്തുകളെ കാട്ടിത്തരണോ ഞാൻ? എല്ലാ കാലവും നിലനിൽക്കാത്തത് അസത്താണ്, എല്ലാ കാലവും നിലനിൽക്കുന്നത് സത്താണ്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല. മനസ്സിലായോ? ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളതുള്ളതല്ല. ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം നല്ല ആളല്ലേ? നിങ്ങളെ തല നല്ല സ്റ്റൈലില്ലേ? സെൽഫി എടുക്കൂലേ? ഇവിടെ വരാൻ വേണ്ടിയിട്ട് കുളിച്ച് മുടിച്ചില്ലേ? പൊട്ടു തൊട്ടില്ലേ? പൗഡർ ഇട്ടില്ലേ? ഇവിടെ കൊണ്ടുവന്ന ഈ തല 100 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ഉള്ളതായിട്ട് നിൽക്കുവോ? 100 കൊല്ലം കഴിഞ്ഞാൽ ഈ തലയെല്ലാം എവിടെയുണ്ടാകും? തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസ്സേ, ഉലകം വെല്ലാനുഴറിയ നീയും വിലപിടിയാതൊരു തലയോടാവൂലേ? ഈ തത്വം പഠിക്കാൻ വേണ്ടിയ മനുഷ്യനെ ഈ ഭൂമിയിൽ അയച്ചത്. ആ തത്വം പഠിക്കാൻ ഒരു വിദ്യാലയമുണ്ട്. ആ വിദ്യാലയത്തിന്റെ പേര് ആത്മവിദ്യാലയമേ. മരുത്വാൻമലയിൽ നാണു എന്ന് പറയുന്ന കുട്ടി പോയിട്ട്, ചെറുപ്പക്കാരൻ പോയിട്ട് ധ്യാനിച്ചിരുന്നത് ഈ ആത്മവിദ്യാലയത്തിൽ പഠിക്കാനായിരിക്കും. അറിയണം, ആത്മവിദ്യാലയത്തിൽ പഠിച്ചപ്പോഴാണ് ഭാരത ഇതിഹാസ പുരാണാദികളുടെ ആന്തരികമായ അടിത്തറയായിരിക്കുന്ന ദർശനങ്ങളെ പറ്റി തിരിച്ചറിഞ്ഞത്. ആ ദർശനങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് ആ ദർശനങ്ങളെല്ലാം ഹിരണ്യപാത്രേന മൂടിവെക്കപ്പെട്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? സ്വർണപാത്രം കൊണ്ട് സത്യത്തെ മറച്ചു വെക്കുകയായിരുന്നു. സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുമേ സംക്രമ സന്ധ്യ തന്നരികിൽ. കേട്ടിട്ടുണ്ടോ? ഉപാസന എന്നുള്ള പാട്ട് അല്ലേ? അപ്പോ സത്യം മൂടിവെക്കുകയായിരുന്നു. ആ മൂടിവെച്ചത് ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും മൂടിവെച്ചിരിക്കുന്ന ഭാരതത്തിലെ അമൂല്യമായ ദാർശനിക രത്നങ്ങളെ, അതിന്റെ പുറമെയുള്ള ചിട്ടവട്ടങ്ങളുടെ മൂടുപടം വലിച്ചു ചീന്തി പുറത്തിട്ടിട്ട് ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വരിയാണ്, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണെന്ന്. ഈ വെളിച്ചത്തിന്റെ വെളിച്ചം എന്നെന്ന് ലോകത്തെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഗുരു ഉണ്ടായത്. ഗുരു ആരുടെ ഗുരുവാണ്? ഗുരു കാലദേശങ്ങൾക്ക് അപ്പുറത്തുള്ള ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ആരുടെ ഗുരുവാ? SNDP യോഗത്തിൽപ്പെട്ടവരുടെ മാത്രം ഗുരുവാണോ? മലയാളികളുടെ മാത്രം ഗുരുവാണോ? അല്ല. കേരളത്തിലുള്ളവരുടെ മാത്രം ഗുരുവാണോ? അല്ല. കാലത്തിനപ്പുറത്ത് ഇനിയും ജനിക്കാനിരിക്കുന്ന മനുഷ്യരുടെ ഗുരുവാണ്. ഈ പശ്ചിമ തടങ്ങൾക്കപ്പുറത്തും ഈ ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിക്കാത്തതിന്റെ ദുരന്തമാണ് ഇന്ത്യ അനുഭവിക്കുന്നത്. ആ ഗുരുവിന്റെ ദർശനങ്ങൾ കേരളത്തിൽ മാത്രം പോരാ, ലോകത്ത് മുഴുവൻ എത്തിക്കേണ്ടതാണ്.
ആ ഗുരു നമ്മളൊക്കെ എന്താ തിരിച്ചറിവുണ്ടാക്കി തന്നത്? നീ ആരാണെന്ന ചോദ്യമാണ്. ഉപനിഷത്ത്. ഞാൻ ഉപനിഷത്തിൽ നിന്നാ പോയത്. ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ അന്വേഷിക്കുക, അതാ ഉപനിഷത്ത്. ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക, അല്ലെ? ഉപപ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിന്റെ അടുത്തിരിക്കുന്ന ആള്. ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള്. ഉപവിഷ്ടർ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവർ എന്നാണ്. നിസ്സത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യം. നിശേഷ സത്യത്തെ പറ്റി കണ്ടെടുത്താൻ വേണ്ടി പണ്ടത്തെ ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോ ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട്. അവരുടെ ദർശനമാണ് നമ്മുടെ ദർശനം. അരണ്യാന്തരങ്ങളിൽ, കാട്ടിനകത്ത്, ഗഹ്വരോദരങ്ങളിൽ, ഗുഹയ്ക്കകത്ത്, സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ, സിന്ധു നദിയുടെ മനോഹരമായ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നു അന്തർമുഖരായിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമത്തിന്റെയും സർഗാത്മകതയുടെയും സാരം തേടി അലഞ്ഞത്, സത്യം തേടി അലഞ്ഞത്, അവരുടെ ദർശനം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ആ ദർശനത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അവിടത്തേക്ക് പോകണം. അപ്പോഴാണ് ഉള്ളിലേക്ക് നോക്കണം എന്നർത്ഥം. അന്തർമുഖരാണ്. മനുഷ്യന് കണ്ണുണ്ട്, പുറത്തും അകത്തുണ്ട്. പക്ഷിമൃഗാദികൾക്ക് പുറത്തേ കണ്ണുള്ളൂ. ഒരു പട്ടിക്കും തന്റെ പേര് പട്ടിയാണെന്ന് അറിയില്ല. അറിയുമോ? കാട്ടിലെ രാജാവാര മക്കളെ? സിംഹമാണ്. ആ വിവരം ഇന്നോളം ഒരു സിംഹവും അറിയില്ല. സിംഹത്തിന് അറിയാമോ താനാണ് കാട്ടിലെ രാജാവെന്ന്? അത് ആര് നിശ്ചയിച്ച്? നമ്മൾ നിശ്ചയിച്ചു കൊടുത്തതല്ലേ. ആ വിവരം സിംഹം അറിഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് കൊട്ടാരം പോകണം, സിംഹാസനം പോകണം എന്ന് പറയും. സിംഹത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യന്മാരാ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അത് വെറും മടയിൽ ഇങ്ങനെ വെറും നിലത്ത് കിടക്കുക. അതിന് ആലവട്ടവും ബെഞ്ചാമരവും അകമ്പടിയും എസ്കോർട്ടും ഒന്നുമില്ല. അത് സാധാരണ ഒരു ജീവി മാത്രമാണ്. മൃഗങ്ങൾക്കൊന്നും താൻ ആരാണെന്നറിയില്ല. താൻ ആനയാണെന്ന് അറിയുന്ന ഒരു ആനയുമില്ല. ഈ ഭൂമിയിലെ പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും എല്ലാം പേര് കൊടുത്ത നമ്മളാ. ഏതെങ്കിലും മൃഗത്തിന്റെ പേര് മൃഗം ഇട്ടിട്ടുണ്ടോ? മനുഷ്യൻ വന്നതിന് ശേഷം ഇതിന് ശേഷം മൃഗങ്ങൾ ഉണ്ടായിട്ട് പേരുണ്ടായിട്ട് മൃഗങ്ങൾക്ക് മൃഗമെന്ന് പേരിട്ടത് നമ്മളാ. അതുകൊണ്ട് ആത്മബോധം തന്നിലേക്ക് തന്നെ പറ്റി ചിന്തിക്കുന്നത് ആരാ? മനുഷ്യൻ അകത്തേക്ക് നോക്കുന്നത് കൊണ്ടാ. മൃഗങ്ങൾക്കൊന്നും അകത്ത് നോക്കാൻ അറിയില്ല. നമുക്ക് ദർശനമുണ്ട്, കാഴ്ചയുണ്ട്. പക്ഷെ ആ കാഴ്ച പുറത്തേക്ക് മാത്രമല്ല. ഉച്ചയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പാരക്ഷയേകൂ സത്യമാം 18-ാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനേ. എന്ത് ദർശന? യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ കനക വിഗ്രഹം എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചതെന്നാ നിങ്ങൾ ധരിച്ചു പോയത്? അല്ല. അവിടെ പോകുമ്പോ കാണുന്ന ദർശനം എന്താ? ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി 18-ാം പടി കയറി ഭഗവാനെ തൊഴുമ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ദർശനം? ചാന്ദാഗ്യോപനിഷത്തിലെ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ നിന്ന് പുറത്തു വന്ന ദർശനം. എന്താ അത്? ഉദ്ദാലകാരുണി മഹാപണ്ഡിതനാ. ആ മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണി തന്റെ പുത്രനായ ശ്വേതകേതുവിനെ എല്ലാം പഠിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അധ്യാപകനാണ്. എന്താ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ? ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു എന്ന് പ്രാർത്ഥിച്ചല്ലോ ഇവിടെ. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ പ്രാർത്ഥന മാറി കേട്ടോ. ഇപ്പോഴത്തെ പ്രാർത്ഥന പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേ നമാന്നാക്കി മാറ്റി. ഇപ്പം പേരിന് ഇത് പ്രാർത്ഥിക്കും, പുറത്തല്ല ഇതാ പരിപാടി, അല്ലേ? പണമാണ് ഗുരു. എന്താ ഗുരു? ഗുരു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഗും രുഗ്യതേ ഇതി ഗുരു, ഗും രുഗ്യതേ ഇതി ഗുരു. ഗും എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഇരുട്ട് ഉള്ളിൽ പ്രവേശിക്കുന്നത് തടയുന്നവനാ ഗുരു. അറിവിന്റെ വെളിച്ചം കൊടുക്കുന്നവനല്ല ഗുരു. എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ വെളിച്ചമുണ്ട്. എല്ലാ കുട്ടികളും നല്ല അപാരമായ വെളിച്ചത്തിന്റെ ഉറവിടങ്ങളാണ്. നിങ്ങൾക്ക് ആ വെളിച്ചം കാണാൻ പറ്റാച്ചിട്ടാണ്. യശോദ ആ വെളിച്ചം കണ്ടെത്തിയത് കൊണ്ടാണ് നമുക്ക് ഭഗവാന് കൃഷ്ണനെ കിട്ടിയത്. അറിയുമോ? കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം
തന്റെ ഓടക്കുഴലും എടുത്തിട്ട് കുട്ടി യമുനാ നദിയുടെ തീരത്ത് പോയിട്ട് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങു പാടുന്നേരം പെട്ടെന്നങ്ങ് നിർത്തിക്കളഞ്ഞു ഇവൻ പാട്ട്. അപ്പൊ യശോദ ചോദിച്ചു, എന്താ കണ്ണാ പാട്ട് നിർത്തിയ? അപ്പോ ഇവൻ ചോദിച്ചു, അമ്മേ യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്നില്ല. എന്താ അത്? തിരിച്ചു പോകുന്നില്ല എന്നോ? എന്താ അത്? ഈ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, തിരിച്ചു പോകുന്നില്ല. നിങ്ങളോടാ ചോദിച്ച, നിങ്ങൾ എന്താ മറുപടി പറയാ? തിരിച്ചു പോകുന്നില്ല. എന്തെന്നാടാ, നിന്റെ തലക്കോളായി പോയോ? തലക്കോളായി പോയോ? മനസ്സിലായോ? ഞാൻ രജിസാറ് എന്നെ കാണാൻ വേണ്ടി അങ്ങ് വരുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ തലക്കോളായി പോയി, എന്നെ കാണാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് കണ്ണൂര് വരണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ചോദ്യം, അമ്മമാര് പറയാ. എന്നാൽ ആ യശോദ പറഞ്ഞത് അങ്ങനെയല്ല. അത് തിരിച്ചു പോകാത്തത് എന്താണെന്നറിയോ കണ്ണാ? നിന്റെ പാട്ട് കേട്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ലട കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത യശോദയാണ് കണ്ണനെ പുഴയെ സ്നേഹിക്കുന്ന ആർദ്രതയുള്ള സൗന്ദര്യാധിഷ്ഠിതമായ ജീവിതം നയിച്ച ഒരു കഥാപാത്രമാക്കി മാറ്റിയത്. അറിയണം നിങ്ങൾ. അതുകൊണ്ട് നല്ല അമ്മമാർ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന അമേയമായിരിക്കുന്ന അപാരമായിരിക്കുന്ന വെളിച്ചത്തെ കണ്ടെത്തുന്നവരാണ് അമ്മമാർ. കുട്ടിക്ക് ശരീരത്തിന് ഭക്ഷണം കൊടുത്തത് കൊണ്ടും ശരീരത്തെ പൊതിയാൻ വസ്ത്രം വാങ്ങിക്കൊടുത്തുകൊണ്ടും കിടന്നുറങ്ങാൻ കിടക്ക വിരിച്ചു കൊടുത്തതുകൊണ്ടും വിസർജിക്കാൻ കക്കൂസ് കഴുകി കൊടുത്തത് കൊണ്ടും അമ്മയാവില്ല. ഓരോ കുട്ടിയിലും അന്തർലീനമായിരിക്കുന്ന അപാരമായ ഒരു മഹാവെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ കണ്ടെത്തണം. അപ്പോഴാണ് അമ്മയും അച്ഛനും ഉണ്ടാകുന്നത്. അല്ലാതെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് മാത്രം അമ്മയും അച്ഛനും ആകുന്നില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഉള്ളിലെ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. അപ്പൊ കുട്ടിയിൽ അന്ധകാരം, അവൻ മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമയായിട്ടുണ്ടെങ്കിൽ, അവൻ തോന്നിയാസങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരാ പ്രതി? അവന്റെ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്ന കാവൽക്കാരല്ലേ പ്രതി? കാവൽക്കാരല്ലേ പ്രതി? അമൃത് വിളമ്പുമ്പോ സൂര്യചന്ദ്രന്മാരെ കാവലാക്കിയിട്ടാണല്ലോ അമൃത് വിളമ്പിയത് ദേവേന്ദ്രൻ. ആ അമൃത് വിളമ്പുമ്പോ രാക്ഷസന്മാരെ കയറി വരാതിരിക്കാൻ അവരെ പറ്റിച്ചിട്ട് മോഹിനി രൂപം പൊട്ടിട്ട് കൊണ്ടുവന്നാണല്ലോ. രാക്ഷസന്മാർ ഒറ്റ കണ്ടിട്ട് തുറന്നു നോക്കിയാരാ ഇത് തട്ടിപ്പാന്ന് മനസ്സിലായത്. ഇവരിങ്ങോട്ട് കയറുമ്പോ തടയാൻ വേണ്ടിയിട്ട് സൂര്യചന്ദ്രന്മാരെ കാവലാക്കി. എന്നിട്ട് സൂര്യചന്ദ്രന്മാരെല്ലാരും വാങ്ങി കുടിക്കുന്ന കണ്ടപ്പോ ഇവർക്ക് അത്യാർത്ഥിയിൽ വേഗം പോയിട്ട് വാങ്ങാന്ന് വിരിച്ച് അകത്തേക്ക് കയറിയ തഞ്ചത്തിനാണ് ഒരുത്തൻ കയറി വന്ന് ഓനും വാങ്ങി, അമൃത് വാങ്ങി. വായിലേക്ക് അങ്ങ് വിഴുങ്ങി കഴിയുമ്പോഴേ കാള മനസ്സിലായി. അപ്പ ചട്ടുവും കൊണ്ട് റേറ് കൊടുത്തു. അവരെ അങ്ങനെ മുറിച്ചു മാറ്റി. രാഹുവും കേതുവായി. അതാണ് സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നത് എന്നാണല്ലോ നമ്മൾ പുരാണത്തിൽ പഠിച്ച കഥ. ആ കഥ വെറും തട്ടിപ്പാന്ന് പിന്നെ മനസ്സിലായി നമുക്ക്. രാഹു ഇല്ല, കേതു ഇല്ല, അല്ലേ? ചന്ദ്രന്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണമെന്നും സൂര്യന്റെ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണമെന്നും നമുക്ക് പിന്നെ മനസ്സിലായി. പക്ഷെ ഈ കഥയിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? കാവൽക്കാരുടെ അശ്രദ്ധ കൊണ്ടാണ് അന്ധകാര ഉള്ളിൽ കയറിയത്. നമ്മുടെ കുട്ടികൾ തോന്നിയാസിയായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദി ആരാ? നമ്പർ 1 ഗുരു അമ്മ, നമ്പർ 2 ഗുരു അച്ഛൻ, 3ാമത്തെ ഗുരു സ്കൂള മാഷ്, അല്ലേ? ഇവരാ പ്രതി, ഇവരാ പ്രതി. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഗും രുഗ്യതേ ഇരി ഗുരു, ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. 2ാമത്തെ ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നർത്ഥം കേട്ടോ. ഗുരു വലുത്. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് കേട്ടിട്ടുണ്ടോ? മാഷക്ക് പരിക്ക് പറ്റിയെന്ന അല്ലല്ലോ. ഗുരുതരം എന്ന് പറഞ്ഞാൽ വലിയ പരിക്കാണ്. പണ്ട് വൃത്തം പഠിച്ചവർക്കറിയാം സ്കൂളിൽ ഗുരു എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരം, ദീർഘാക്ഷരം. ഗുരുവാം ഹ്രസ്വാക്ഷരം ലഘുവായിടും, അല്ലേ? കാ എന്ന് പറഞ്ഞാൽ ഗുരു, ക എന്ന് പറഞ്ഞാൽ ലഘു. ആദിമധ്യാന്തവർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ ഗുരുക്കൾ ഭജസങ്ങൾക്ക് മനങ്ങൾ ഗലമാത്രമാം. 8 ഗണം പഠിച്ചിട്ടില്ലേ? യരത, ഭജസ, മന. ഓർമ്മയില്ല? പണ്ട് ഗണം പഠിച്ചൊന്നും മറന്നുപോയി. പുതിയ സ്കൂളിലെ കുട്ടികളൊന്നും അത് പഠിക്കുന്നില്ല. ഓരോ വീണവും താളവും ഉണ്ടാകുന്നത് ഈ ഗണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കണം. അതിനാ വൃത്തം പഠിക്കണം. വൃത്തം എന്ന് പറഞ്ഞാൽ പാട്ട് തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നതാണ് വൃത്തം. വൃത്തം അങ്ങനെയല്ലേ, തുടങ്ങിയെടുത്ത് അവസാനിക്കുക. അതാണ്, അതുകൊണ്ട് ആ വൃത്തം എന്ന് പേര് വന്നത്. അപ്പൊ ഏതായാലും ഗുരു എന്ന് പറഞ്ഞാൽ വലുതാന്ന് മനസ്സിലായല്ലോ. ലഘു എന്ന് പറഞ്ഞാൽ ചെറുതാണ്.
വലുത് ചെറുതിനെ പിടിച്ചു വലിക്കും. ഭൂമി വലുതാണ്, ആപ്പിൾ ചെറുതാണ്. നിങ്ങൾ കുട്ടികളെയും കൂട്ടി ടൗണിൽ പോയാൽ കുട്ടി റോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പിടിച്ചു വലിക്കൂലേ? അപ്പൊ പിടിച്ചു വലിച്ച് കുട്ടികൾ അനുസരിച്ചാലോ? ഗുരുവിനെ അനുസരിച്ചാ ഗുരുത്വമുണ്ട്. കുട്ടി അനുസരിക്കാതെ ഓടിപ്പോയാലോ? ഗുരുത്വക്കേടായി. അതാ കുരുത്തക്കേട്. മനസ്സിലായോ? അതുപോലെ ഭൂമി വലുതാണ്, ആപ്പിൾ ചെറുതാണ്. അപ്പൊ ഈ വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിക്കും എന്ന് ഐസക് ന്യൂട്ടൻ കണ്ടെത്തി. അതാ ഭൂമിക്ക് ഗുരുത്വ ബലം ഉണ്ട് എന്ന് മനസ്സിലായി. അതാ ഭൂഗുരുത്വ ബലം പിടികിട്ടിയ. ഭൂഗുരുത്വ ബലം എങ്ങനെയാന്ന് കണ്ടെത്തിയേ. അപ്പൊ വലുതാണ് ഗുരു, ചെറുതോ ലഘു. എന്താണ് ഗുരു? മനുഷ്യൻ എപ്പോഴാ മനുഷ്യനായത്? ഗുരുവേത് ലഘുവേതെന്ന തിരിച്ചറിവിലൂടെയാ മനുഷ്യനാവുന്നത്. ഏതാ വലുത്, ഏതാ ചെറുത്? മനുഷ്യൻ അകമുണ്ട്, പുറമുണ്ട്. ഏതാ വലുത്? പുറം എന്ന് പറഞ്ഞ ശരീരം, ഹാർഡ്വെയർ. അകം എന്ന് പറഞ്ഞാൽ മനസ്സ്, വികാരങ്ങൾ, ചിന്തകൾ, അറിവുകൾ, സോഫ്റ്റ്വെയർ. മനസ്സിലായോ? സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കമ്പ്യൂട്ടർ ഭാഷയാണ്. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ, കീബോർഡ്, മൗസ്, UPS, ബാറ്ററി എല്ലാം ചേർന്നതാണ് അതിന്റെ ഹാർഡ്വെയർ. പക്ഷെ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഇൻഫർമേഷനുകളുടെ ഒരു മഹാസാമ്രാജ്യമാണ് അതിന്റെ സോഫ്റ്റ്വെയർ. അപ്പൊ സോഫ്റ്റ്വെയർ ആണ് മനുഷ്യന് പ്രധാനം. മൃഗങ്ങൾക്ക് ശരീരമാ പ്രധാനം, മനസ്സ് ലഘുവാ. അതാ മൃഗം. മനസ്സ് ലഘുവും ശരീരം ഗുരുവുമായാൽ മൃഗമായി. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ഈ അമ്പലപ്പറമ്പിൽ, ഈ ഉത്സവ പറമ്പിൽ ഒരു പശു വന്നു. ആ പശുവിന് മൂത്രമൊഴിക്കണം തോന്നി, അല്ല ചാണകം തോന്നി. ശരീരത്തിനാണല്ലോ മുട്ടുക. മുട്ടുമ്പോ മനസ്സ് പറയാ, അയ്യയ്യെ പറ്റില്ല, ആൾക്കൂട്ടത്ത് പറ്റില്ല, ആലയിലെത്തട്ടെ, അല്ലെ ടോയ്ലറ്റ് പോണം എന്ന് പറയോ? ഇല്ല. മനസ്സതിന് കീഴ്പ്പെടും. അപ്പൊ തന്നെ വാലും പൊതിച്ച് എവിടുന്നാ മുട്ടുന്ന അവിടെ മൂത്രയിക്കും, അവിടെ ചാണകൂടൂലേ? കാത്തു നിൽക്കൂലല്ലോ, അപ്പൊ ഇടുവല്ലോ. മനസ്സില്ലേ? മൃഗങ്ങൾക്ക് മനസ്സില്ലേ? പട്ടിക്ക് കണക്കറിയാം. ഞാൻ തെളിവ് തരണോ? എന്റെ നാട്ടിലെ പട്ടികൾക്കെല്ലാം കണക്കറിയാം, ഈ നാട്ടിൽ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങളൊരു സ്കൂട്ടറിൽ പോകുന്നു. റോഡിന്റെ പകുതിക്കൊരു പട്ടി കിടന്നിട്ടുണ്ട്. സ്കൂട്ടറിന്റെ ഒച്ച കേട്ടാ പട്ടി നോക്കുമ്പോ സ്കൂട്ടറാന്ന് കണ്ടാൽ അത് അനങ്ങൂല. കാരണം സ്കൂട്ടറിന് പോകേണ്ട സ്ഥലം അവിടെ ബാക്കിയുണ്ട്. എന്നാൽ സ്കൂട്ടർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോറി വരുന്നു. പട്ടി ലോറിയാന്ന് കണ്ട എഴുന്നേറ്റ് മാറും. എന്തുകൊണ്ടാ? സ്കൂട്ടറിന് എത്രയാ വീതി, ലോറിക്ക് എത്രയാ വീതി എന്ന് ആർക്കറിയാം? പട്ടിക്കറിയുന്ന കൊണ്ടല്ലേ പട്ടി എഴുന്നേറ്റ് മാറുന്ന. എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില നായിയൊക്കെ അറിയില്ല. അവര് റോഡുമേൽ വെച്ച് പോകും. കേട്ടനാ, റോഡുമേൽ വെച്ച് ബ്ലോക്ക് ആക്കുന്ന കണ്ടിട്ടില്ലേ? അതാണ്. പട്ടിക്കറിയാം ഓരോന്നിനും എത്രയാ വീതിയും. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷേ അത് ശരീരത്തിന് കീഴ്പ്പെടും. ശരീരം എന്ത് പറയുന്നു? ഒരു പട്ടിക്ക് ഇണചേരണം തോന്നിയാൽ പെണ്ണ് കാണാൻ പോയി, നാട്ടുകാരോടെല്ലാം പറഞ്ഞ് കല്യാണ നിശ്ചയം നടത്തി, പന്തല് കെട്ടി, മോതിരം മാറി, മാലയിട്ട് നടത്തുവോ? ഇല്ല. അപ്പൊ ശരീരത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കും അത്. എന്നാ മനുഷ്യന് പറ്റുവോ? മനുഷ്യന്റെ ശരീരത്തിന് ഇപ്പൊ മൂത്രയിക്കണമെന്ന് ഇവിടെ തോന്നി എവിടെ വയ്ക്കുക? ചോദിച്ചാ പറയും, നീ എന്ത് ജന്തുവാടാന്ന് പറയില്ലേ? കാരണം നമ്മൾ മൃഗായി. നമ്മുടെ മനസ്സ് പറയും, അനങ്ങാണ്ട് കിടന്നോ പേരിങ്കോടല്ലേ, ഒരു നാടൻ പാട്ടില്ലേ, വീട്ടിലെത്തട്ടെ, ടോയ്ലറ്റിലെത്തട്ടെ എന്ന് മനസ്സ് ശരീരത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ആരായി? മനുഷ്യനായി. മനസ്സ് ഗുരുവും ശരീരം ലഘുവുമായാൽ നമ്മൾ മനുഷ്യരായി. പിടികിട്ടിയോ? മനസ്സ് ഗുരുവും ശരീരം ലഘുവും. ആ മനസ്സ് ശരീരത്തെ കീഴ്പ്പെടുത്തി അധ്യാപനം നടത്താൻ പ്രേരിപ്പിക്കുമ്പോഴാണ് ഗുരുനാഥൻ ഉണ്ടാവുന്നത്. അധ്യാപനം നടത്തണം. ശ്രീനാരായണ ഗുരു ചെയ്തത്, കേരളത്തിൽ പണ്ടും പുരാണങ്ങളും ഈശാവാസ്യ ഉപനിഷത്തും അറിയുന്നവരുണ്ടായിരുന്നു. രാമായണവും മഹാഭാരതത്തിന്റെ കഥകൾ അറിയുന്നവരുണ്ടായിരുന്നു. ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരും ശിവ 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 സ്തോത്രമാലയും ചൊല്ലുന്നവരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീനാരായണ ഗുരു ചെയ്തത് കേരളത്തിലെ ജനങ്ങളെ സംസ്കാരത്തിലേക്ക്, പ്രായോഗികതയിലേക്ക്, ദാർശനികതയിലേക്ക്, മാനവികതയിലേക്ക് അധ്യാപനം നടത്തിയപ്പോഴാണ് ശ്രീനാരായണ ഗുരു. എന്ത് അധ്യാപനം? അധി എന്ന് പറഞ്ഞാൽ കൂടുതൽ. 2024 അധിവർഷമാണ്. എന്തുകൊണ്ടാ? ഫെബ്രുവരി മാസം 28-ന് പകരം 29 ദിവസം ഉണ്ട്. അതുകൊണ്ട് 365-ന് പകരം 366 ദിവസം ഉണ്ട്. ഇക്കൊല്ലം ഒരു ദിവസം ജാസ്തി കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം ഒരു ദിവസം ഉള്ളത് കൊണ്ട് അധിവർഷമാണ്. അധി എന്ന് പറഞ്ഞാൽ കൂടുതൽ. യാപനമോ? യാത്ര ചെയ്യൽ. അധിയാപനമോ? കൂടുതൽ യാത്ര ചെയ്യൻ. അധ്യാപകനോ? കൂടുതൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ.
മാഷ് പറഞ്ഞത് മാത്രം പഠിച്ചിട്ട് ലോകം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കും. മാഷ് പറഞ്ഞതിന്റെ അപ്പുറത്ത് അന്വേഷിക്കുമ്പോഴാണ് ലോകം വളർന്നത്. ഗ്രഹാംബൽ എന്ന് പറയുന്ന ഒരു കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാണ് ഞാൻ മെല്ലെ പറയുമ്പോ നിങ്ങൾ ഉച്ചത്ത് കേൾക്കുന്ന ഈ മൈക്രോഫോൺ ഉണ്ടായത്. അറിയണം. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാണ് ഈ ബൾബ് കത്തുന്നത്. അറിയണം. ഈ വാച്ച് കണ്ടുപിടിച്ചത്, ഈ പേന കണ്ടുപിടിച്ചത്, അല്ലേ, ഈ സിമന്റ് കണ്ടുപിടിച്ചത്, ഈ ഫാന്, കരണ്ട്, വിമാനങ്ങളിൽ പറക്കുന്നത് റൈറ്റ് സഹോദരന്മാരെന്ന കുട്ടികൾ അതിയാപനം നടത്തിയത് കൊണ്ടല്ലേ? ലോകത്തിലുള്ള സകല നേട്ടങ്ങളും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടായത് ആരൊക്കെയോ അതിയാപനം നടത്തിയത് കൊണ്ടാ. പറഞ്ഞത് മാത്രം കേട്ട് നടത്തരുതുവെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കും. മാഷ് പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? മാഷ് 1 1 2 2 1 3 എന്ന് കണക്ക് പഠിപ്പിക്കുമ്പോ ഈ കുട്ടി പറഞ്ഞു, മാഷെ ഒരു പുഴ അങ്ങന്ന് വരുന്നു, ഒരു പുഴ ഇങ്ങന്ന് വരുന്നു, 2 പുഴ 1 1 കൂടിച്ചേരുന്നു, പിന്നെ 2 പുഴ ഉണ്ടാവുന്നില്ല, വലിയ പുഴയാ ഉണ്ടാവുന്നത്, അതുകൊണ്ട് 1 1 2 അല്ല, 1 1 ഇമ്മിണി വലിയൊന്ന് എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്നത്. മനസ്സിലായോ മലയാളി? കണക്ക് മാഷന്മാർ പറഞ്ഞൊന്നും കേട്ട് പോകരുത് കേട്ടോ, സത്യമല്ല. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 6. ഏത് സ്കൂളാ? തോട്ടക്കാട് സ്കൂളില് അല്ലേ? കണക്കറിയില്ലേ? 1 2 3 എണ്ണ അറിയില്ലേ? 1 ആണോ 2 ആണോ വലുത്? 2 അല്ലേ? നിന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? നീ. രണ്ടാമത്തോ? നിന്റെ അനിയൻ. ആരാ വലുത്? അപ്പൊ 1 അല്ലേ വലുത്? നീയല്ലേ 2 വലുത് എന്ന് പറഞ്ഞേ. അപ്പൊ മാഷ് പറഞ്ഞ കണക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഇനി സ്കൂൾ തുറന്നാൽ കണക്കിന്റെ മാഷോട് ചോദിക്കണം, മാഷേ വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളിലെത്തുമ്പോ 2 വലുത്, എന്താ അത്? ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചവരല്ലേ ഉള്ളൂ. നമ്മുടെ ലോകം, നമ്മുടെ ഭാരതം വളരാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കൃതികളുള്ള നാടല്ലേ, ഇത്രയും ഉപനിഷത്തുകളുള്ള നാടല്ലേ, ഇത്രയും വേദവും വേദാന്തവും ഉള്ള നാടല്ലേ. ആധുനിക വൈദ്യശാസ്ത്രം, അലോപ്പതി ചികിത്സയൊക്കെ ഉണ്ടാകുന്നതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് മെൻഡലിയേഫിന്റെ പട്ടികയിലെ 104 മൂലകങ്ങൾ കണ്ടെത്തി. ഓരോ മൂലകത്തിന്റെയും ശാസ്ത്രനാമം കണ്ടെത്തി. അതിന്റെ രസദോഷ വിചിന്തനം നടത്തി. അത് ആൽക്കലിയാണോ ആസിഡാണോ എന്ന് കണ്ടെത്തി. അതിന്റെ രാസത്വര പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി. ലാബറട്ടറിയും ടെസ്റ്റ് ട്യൂബും കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഈ നാട്ടിലെ സകല സസ്യങ്ങളുടെയും വേര്, തൊലി, തണ്ട്, ഇല, പൂവ്, കായ എന്നിവ വായ കൊണ്ട് ചവച്ചരച്ചു നോക്കിയിട്ട് ഇതിന്റെ രസം എന്തെന്ന് കണ്ടെത്തി. ആ രസങ്ങളെ കൂട്ടിച്ചേർത്താൽ ഏത് രോഗത്തിന് പറ്റും? ബാക്ടീരിയക്ക് പറ്റുമോ, ഫംഗസിന് പറ്റുമോ, വൈറസിന് പറ്റുമോ, ഉളുക്കിന് പറ്റുമോ, ചതവിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് ചരകനും സുശ്രുതനും സഞ്ജീവനിയും ആയിരക്കണക്കിന് ആയുർവേദ ഗ്രന്ഥങ്ങളും ആയുർവേദ മരുന്നുകളും ഗ്രന്ഥങ്ങളും കഷായക്കുറിക്കൂട്ടുകളും അരിഷ്ടങ്ങളും തൈലങ്ങളും ഉണ്ടാക്കി വെച്ചില്ല ഇവിടെ. ചെറിയ ബുദ്ധി അത്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ഒരു ലാബ് ഉണ്ടാകുന്നതിന് മുമ്പല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്കാനിങ് മെഷീൻ അല്ലേ? ഈ സ്കാനിങ് മെഷീൻ കണ്ടെത്തുന്നതിന് മുമ്പ് രാമായണത്തിൽ ഒരു ഗർഭസ്ഥ ശിശു അണ്ടത്തിൽ നിന്ന് ഭ്രൂണമായി വളരുമ്പോ, ഭ്രൂണത്തിൽ നിന്ന് അണ്ടമായി വളരുമ്പോ, അങ്ങനെ വളർന്നു വരുമ്പോ എപ്പോഴാണ് ഇത് ആണും പെണ്ണും വേർതിരിയുന്നത്? എപ്പോഴാണ് കൈകാലുകൾ വേർതിരിയുന്നത്? എപ്പോഴാണ് തലയുണ്ടാവുന്നത്? എപ്പോഴാ കണ്ണ്? എപ്പോഴാ കാത്? എപ്പോഴാ ബുദ്ധി? എപ്പോഴാണ് ഹൃദയം? എപ്പോഴാണ് കിഡ്നി? എന്നെല്ലാം തന്നെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടോ? രാമായണം വായിച്ചിട്ട് കണ്ടിട്ടില്ല? എന്തിനാ വായിക്കുന്നത്? ഇത്രാമത്തെ ആഴ്ച, ഇത്രാമത്തെ ദിവസം ഇന്ന അവയവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രസവം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു അണ്ടമായി രൂപം കൊള്ളുന്നത് മുതൽ പ്രസവം വരെയുള്ള പ്രക്രിയകൾ മുഴുവൻ രാമായണത്തിൽ സ്കാനിങ് കണ്ടെത്തുന്നതിന് മുമ്പ് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബുദ്ധിയാണോ അത്? അത്ഭുതമല്ലേ അത്? നോക്കൂ, ഇതൊക്കെ ഉണ്ടായ നാടാ നമ്മുടെ. എന്നിട്ട് അമേരിക്ക അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ട് അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചത്. എന്നിട്ട് അമേരിക്കക്കാര് ഭയങ്കര നമ്മളിപ്പോഴും പട്ടിണിക്കോലങ്ങൾ, പാവങ്ങൾ. എന്തുകൊണ്ടാ സംഭവിച്ചത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഇത് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഇപ്പൊ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം.
നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തി തരാം. ഇവിടെ എല്ലാവരും സ്കൂളിൽ പോയവരല്ലേ? സ്കൂളിൽ പോവാത്ത ആരും കൊണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്. ആഴ്ച എത്രയാ? 7. എന്താ 7ന്റെ കണക്ക് എന്ന് അറിയുന്ന ആരും കൊണ്ടോ? ആരും ചോദിച്ചിനോ? അതെങ്ങനെയാ മാഷെ 7 ആഴ്ച? അത് 8, 9, 10 ഇല്ലാണ്ട് 7 ആഴ്ചന്റെ കണക്കെന്താ അറിയുന്ന ആരും കൊണ്ടോ? ഒന്ന് കൈവക്ക്. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടല്ലേ? ഈ 12ന്റെ കണക്കെന്താ ചോദിച്ചിട്ടുണ്ടോ? അവര് പറഞ്ഞോ കേട്ടിങ്ങി പോകുന്നു. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മണിക്കൂറിന് എങ്ങനെയാ 60 മിനിറ്റായേ? ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് 100 മിനിറ്റായില്ല? ഞാനൊരു കണക്ക് ചോദിക്കട്ടെ നിങ്ങളോട്. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോവാൻ 1.5 മണിക്കൂർ എടുത്തു. 1.5 മണിക്കൂർ എടുത്തു. അതേ റൂട്ടിൽ അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ 90 മിനിറ്റ് കൊണ്ട് എത്തി. എങ്ങനെയാ അത്? എങ്ങനെയാ? രണ്ടും സ്പീഡ് മാറ്റമില്ല, ഒരേ സ്പീഡ്. അങ്ങോട്ട് പോവാൻ 1.5 മണിക്കൂർ എടുത്തു, ഇങ്ങോട്ട് വരാൻ 90 മിനിറ്റ് കൊണ്ടെത്തി. എന്തുകൊണ്ടാ അറിയില്ല അല്ലേ? എടാ 90 മിനിറ്റ് തന്നെയാ 1.5 മണിക്കൂർ കേട്ടോ. മനസ്സിലായോ? 1.5 മണിക്കൂർ 90 മിനിറ്റ് കണക്ട്. ഇത് കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ? 100ന്റെ കണക്ക് നമ്മളെ മനസ്സിൽ. അതെന്തുകൊണ്ട് 60 മിനിറ്റായി ചോദിച്ചിട്ടുണ്ടോ? നീ മാത്രമല്ല, ആരും ചോദിച്ചിട്ടില്ല. മണ്ഡലകാലം വ്രതം ഉണ്ടാവില്ല ഇവിടെ? എത്ര ദിവസാ? 41. എങ്ങനെയാ 41 കിട്ടിയേ? എന്താ ഈ 41ന്റെ കണക്ക്? ഇതുവരെ ആരും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും 41 ആയതുകൊണ്ട് നമ്മളും 41. മുന്നിൽ നടന്നീടിന ഗോവുതന്റെ പിമ്പേഗമിക്കും ബഹുഗോക്കളെല്ലാം. കുഞ്ചൻ നമ്പ്യാരുടെ വരിയ. മുന്നിൽ ഒരു പശു നടക്കും, ആ പശുവിന്റെ പുറകെ ബാക്കി പശുക്കളും നടക്കും. ഇതാ നമുക്ക് പറ്റിയ അബദ്ധം. ഭാരതത്തിലെ ഇതിഹാസ പുരാണാദികളെല്ലാം എഴുതുന്ന കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, വെച്ചെഴുത മേശയില്ല. ഉണ്ടോ? ഈ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ പെന്നില്ല. ബോൾ പെൻ എന്ന് പേര് വന്ന എങ്ങനെയെന്നറിയോ? നിബിന് പകരം ബോൾ ഉരുളുന്നതുകൊണ്ട് സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും. അതാ ബോൾ പെന്ന്. ലൈറ്റില്ല, വെളിച്ചമില്ല. ഓടലെണ്ണ കത്തിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് താളിയോലകൾ കൊണ്ടുവന്നിട്ട് അത് ഉണക്കിയിട്ട് അതില് എഴുത്താണി കൊണ്ട് നാരായം കൊണ്ട് ഒരു പേജ് എഴുതി കഴിയുമ്പോഴേക്ക് 5 മണിക്കൂറാവും കേട്ടാ. കോറി എഴുതിയിട്ടാണ് ഇത്രയും വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ന് അറിവിന്റെ വിസ്ഫോടനാത്മകമായ വികാസമുണ്ടായി, മഹാഗ്രന്ഥങ്ങൾ ഉണ്ടായി, പുസ്തകങ്ങൾ ഉണ്ടായി, കമ്പ്യൂട്ടർ ഉണ്ടായി. എല്ലാ അറിവുകളും ഇപ്പൊ വിരലും തുമ്പത്താ. എന്നിട്ട് അത് പോയിട്ട് അതിന്റെ 10-1 ഗുണമുള്ള ഒരു പുസ്തകം ഉണ്ടാകുന്നുണ്ടാ? എന്താ ഉണ്ടാവാത്ത കാര്യം? ഞാൻ പറഞ്ഞ അതിനും തെളിയിക്കാൻ തരാം. ഞാനിങ്ങനെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കും. ഇന്ത്യയിൽ ഒരു നോബൽ സമ്മാനം. നിരാശരായിരിക്കും. ഇന്ത്യയിൽ ആദ്യ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയോ? ഏതാ ഇന്ത്യയിൽ ആദ്യ നോബൽ സമ്മാനം കിട്ടിയ കൃതി? അറിയില്ല. ഇന്ത്യക്ക് ആദ്യ നോബൽ സമ്മാനം കിട്ടിയ കൃതി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ്. ഗീതാഞ്ജലി. ഏറ്റവും ഒടുവിൽ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയാവോ? ഏറ്റവും അവസാനമായി കിട്ടിയത് അതും രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ്. വേറെ കിട്ടിയിട്ടില്ല. ആദ്യമായി കിട്ടിയത് തന്നെയാണ് അവസാനമായി കിട്ടിയത്. വേറൊരു പുസ്തകത്തിന് കിട്ടിയില്ല. എന്താ കാരണം എന്ന് ഞാൻ പറയട്ടെ? കാരണം ഞാൻ പറയാം. നമ്മുടെ ആസ്തിക ബോധ്യത്തിന്റെ, നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറ, അതിന്റെ മിസ്റ്റിസിസം, പ്രപഞ്ചാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം മിസ്റ്റിസിസം. ആ മിസ്റ്റിസിസം ലോകത്തിലുള്ള തത്വശാസ്ത്രങ്ങളെയും കണക്ട് ചെയ്ത് ആധുനിക മനുഷ്യരെ ഏറ്റവും ഫലപ്രദമായി ബോധ്യപ്പെടുത്തുന്ന ഒരു കൃതിയാണ് ഗീതാഞ്ജലി. ആ ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്നു, ദൈവമെന്ന് പറയുന്നത് സംഗീതമാണെന്ന്. ഗീതങ്ങളുടെ അഞ്ജലി അതാണ്. എല്ലാ ദൈവങ്ങളെയും പാട്ടിലൂടെ പ്രാർത്ഥിക്കുന്നത് ദൈവം സംഗീതമായതുകൊണ്ടാണ്. ഓംകാരമായ പൊരുളല്ലേ ആദ്യമുണ്ടായത്? നാദത്തിൽ നിന്നല്ലേ ബ്രഹ്മമുണ്ടായത്? നാദബ്രഹ്മം. ഓംകാരമായ പൊരുൾ ഒന്നായി പിരിഞ്ഞുടനെ ആംകാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണ. കേട്ടിട്ടില്ലേ? ഇല്ലേ? ഓംകാരം ബൈബിളിലും പറയുന്നുണ്ട് കേട്ടോ. അത് ബൈബിളിൽ ഒരു വചനമുണ്ട്, അതൊരു സിനിമാ പാട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായി,
വചനം രൂപത്തോടു കൂടിയായി. ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി. ആദിയിൽ വചനമുണ്ടായി. നാദമാണ് ആദ്യം ഉണ്ടായത്. നാദത്തിൽ നിന്നാണ് രൂപമുണ്ടായത് എന്ന് പറയുന്നത് അല്ലേ. ആദ്യം ശബ്ദമാണ് ഉണ്ടായത്. അതുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ ഒരു ഗീതകം പറയാണ്, ആ സംഗീതം എനിക്ക് പാടാൻ, ഞാൻ ദൈവത്തിന്റെ സംഗീതം ഞാൻ പാടാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു മഹാപ്രഭോ. ഹേ പ്രഭോ, ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലി, നിഭൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലീ. ഉദയഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലിയിക്കുന്നു ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ, നിബദ്ധനിഹ ഞാൻ നിൻഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. അതുപോലെ പാടാൻ എനിക്ക് കഴിയാത്തതിൽ ഞാൻ പരാജയപ്പെടുന്നു പ്രഭോ. പക്ഷേ ഒരേ ഒരു ആശ്വാസം, ഞാനും നിന്റെ ഗാനത്തിന്റെ അറ്റമില്ലാത്ത കണ്ണിയിൽ ഒരു കണ്ണിയാണല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുന്നു പ്രഭോ. ഇതാണ് ഗീതാഞ്ജലിയിലെ ഒരു ഗീതകം. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഗീതകങ്ങളുണ്ട്. ഇത്രയും നല്ലൊരു സാധനം ഗീതാഞ്ജലി, നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ പുസ്തകം, വായിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈയുയർത്തൂ. ഗീതാഞ്ജലി വായിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈയുയർത്തൂ. ആരുമില്ല. അപ്പൊ വേറെ ഒന്ന് കിട്ടാത്തതിന്റെ കാര്യം മനസ്സിലായോ? നമ്മക്കാകെയുള്ള ഒന്ന് അതാരും വായിച്ചിട്ടില്ല. നമ്മളത് വായിക്കണ്ടേ? നമ്മൾ അധിയാപനം നടത്തണ്ടേ? നടത്തിയില്ല. ടിന്റുമോന്റെ തമാശ, മാഷ് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞിട്ട് ടിന്റുമോനെ ക്ലാസ്സിന് പുറത്താക്കി. അച്ഛനെയും കൂട്ടി വരാൻ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, എന്താ മോനെ നീ ഉത്തരം പറയാതിരുന്ന? അവൻ പറഞ്ഞു, വെറുതെ ചോദിച്ചു അച്ഛാ, അയാൾക്ക് ഉത്തരം അറിയാ, പിന്നെ എന്നോട് ചോദിക്കണോ? അയാൾക്കറിയുന്ന ഉത്തരം എന്നോട് ചോദിക്കണോ? മാഷക്കറിയുന്ന ഉത്തരം പറയാനല്ല കുട്ടി, മാഷക്കറിയാത്ത ഉത്തരം കണ്ടെത്താനാണ് കുട്ടി. അപ്പോഴാണ് അധ്യാപനം നടത്തുന്നത്. ശ്രീനാരായണ ഗുരു ചെയ്ത മഹാപ്രക്രിയ, അദ്ദേഹത്തിന്റെ അധ്യാപനത്തിന്റെ ശക്തി കൊണ്ടാണ് കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു മഹാകവി ഉണ്ടായത്. ഗുരുവിന്റെ അധ്യാപനത്തിന്റെ കരുത്തിലാണ്, ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനമുണ്ടായത്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് മലയാളി മെമ്മോറിയൽ ഉണ്ടായത്, ഈഴവ മെമ്മോറിയൽ ഉണ്ടായത്, ഡോക്ടർ പൽപ്പു ഉണ്ടായത്. മനസ്സിലായോ? ആ അധ്യാപനം നടത്തുന്നവൻ ഗുരു. പിടികിട്ടിയോ? നമ്മുടെ ശരീരം ലഘുവും മനസ്സ് ഗുരുവുമായി മാറാൻ നമുക്കെന്തു വേണം? നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതം എന്താണെന്ന് അന്വേഷിക്കണം. ഉദ്ദാലകാരുണി അധ്യാപനം നടത്താൻ ശ്വേതകേതുവിനെ അയച്ചു. ഇവിടെ മഹാപണ്ഡിതനായ പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യന്റെ അടുത്ത് അയച്ചു. പ്രവാഹട കൈവല്യന്റെ അടുത്ത് പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശ്വേതകേതു വന്ന ഉടനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി, ഉത്തരം പറയുന്ന കുട്ടിയല്ല. ചോദ്യമാണ് പ്രധാനം, ഉത്തരമല്ല. ചോദ്യമുണ്ടെങ്കിലേ ഉത്തരമുള്ളൂ. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. പെണ്ണ് കാണാൻ ഒരുത്തം പോയാലേ പെണ്ണ് വീട്ടിലേക്ക് കയറി വരൂല്ലേ? സ്വയമേ ഒരു പെണ്ണ് വരുവോ? അപ്പൊ ചോദ്യം, പെണ്ണ് കാണാൻ ഒരു ചെക്കൻ വേണ്ടേ? ഒരു വരം വേണ്ടേ? ആ വരനാണ് ചോദ്യം, ഉത്തരം വധുവാണ്. ആ ചോദ്യാർത്ഥ ഉത്തരങ്ങൾ പരസ്പരം പൂരകമാവുമ്പോഴാണ് അർജുന ഉവാച, കൃഷ്ണ ഉവാച. ഭഗവത്ഗീത മുഴുവൻ അതാണ്. അർജുനൻ ചോദിക്കുന്നു, കൃഷ്ണൻ ഉത്തരം പറയുന്നു. വൈശമ്പായന ഉവാച, ജനമേജയ ഉവാച.
മഹാഭാരതം അങ്ങനെയാണ്. പാർവതി ഉവാച, പരമേശ്വര ഉവാച. രാമായണം ഉമാമഹേശ്വര സംവാദമാണ്. ഋഷിമാരുമെല്ലാം പരസ്പര ചോദ്യോത്തരങ്ങൾ നടത്തുമ്പോ അതിൽ നിന്നാണ് ഉത്തരങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് ഓം സഹനാവവതു. ഗുരുവും ശിഷ്യനും, ഭാര്യയും ഭർത്താവും, അച്ഛനും അമ്മയും, അച്ഛനും മക്കളും, സഹോദരനും സഹോദരിയും പരസ്പരം ഇരുന്നിട്ട് സഹ അവവധുവാകുന്നുണ്ടോ? അതാണ് യോഗം. നിങ്ങൾ ധർമ്മപരിപാലനം നടത്താൻ യോഗം എന്നെന്താണെന്ന് പഠിച്ചോ? യോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിച്ചത് ഇന്ന് വൈകുന്നേരം കമ്മിറ്റിന്റെ യോഗം ഉണ്ട് കേട്ടോ, മീറ്റിംഗ് അല്ലേ? നോ. യാ ഗമിക്ക, യാ ഏതിലെയാണോ ഗമിക്കേണ്ടത് അതാ യോഗം. നമ്മൾ കൂടിച്ചേർന്നിട്ട് ഒത്തുചേർന്നിട്ട് പോകാനുള്ള വഴി കണ്ടെത്താവുന്നതിനെയാണ് യോഗം എന്ന് പറയാ. യാ എന്ന് പറഞ്ഞാൽ എവിടെ? യാ കുന്ദേന്ദു ധവള. കേട്ടില്ലേ? ആരാണോ, എന്താണോ, എവിടെയാണോ അതാ യാ. യാ എവിടെ, എങ്ങനെ ചോദ്യമാണ് യാ. ഗം എന്ന് പറഞ്ഞാൽ ഗമിക്കുക, പോവുക, ഒരുമിച്ച് പോവുക, യോജിച്ചു പോവുക. ഏതിലെയാണോ പോകേണ്ടത് ആ യോജിച്ച് ഗമിക്കുക, അതാ യോഗം. പിടികിട്ടിയോ? ഒരുമിച്ച് ചേരേണ്ടത് ശരീരങ്ങളല്ല, മനസ്സുകളാണ്. ഒരുമിച്ച് ചേരേണ്ടത് ശരീരമല്ല. നിങ്ങളുടെ വീട് മനസ്സുകൾ ഒരുമിച്ച് ചേരാറുണ്ടോ? മനസ്സുകളും ശബ്ദങ്ങളും ഒരുമിച്ച് ചേരുന്നതാണ് കുടുംബം എന്ന് പറയാ. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സും ശരീരവും ശബ്ദവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പമാണ് കുടുംബം.